സന്ധ്യാസമയത്ത് നമ്മളെല്ലാവരും വിളക്ക് വെച്ച് പ്രാർത്ഥിക്കുന്നവരാണ് അല്ലേ? അപ്പോൾ വിളക്ക് കൊളുത്തി വെച്ച് വിളക്ക് നമ്മൾ 1 മണിക്കൂർ നേരം അണയ്ക്കാതെ അങ്ങനെ കത്തിക്കോട്ടെ എന്ന് വിചാരിക്കും, ഒരു പോസിറ്റീവ് എനർജി കിട്ടാൻ വേണ്ടിയിട്ട്. ആ സമയത്തിൽ ആ 1 മണിക്കൂറിൻ്റെ ഉള്ളിൽ നമ്മൾ ചെയ്യാൻ പാടില്ലാത്ത ഒരു 4-5 കാര്യങ്ങളുണ്ട്. എന്താന്ന് വെച്ചാൽ, ഒന്ന്, നമ്മൾ ആ സമയത്ത് ഒരിക്കലും തുണി തിരുമ്പരുത്. ആ 1 മണിക്കൂറിൻ്റെ ഉള്ളിൽ ആ വിളക്ക് അണയ്ക്കുന്നവരെ ഒരിക്കലും നമ്മൾ തുണി കഴുകരുത്. പിന്നീട് ഒന്ന്, നമ്മൾ ഒരിക്കലും പാത്രം കഴുകരുത്. ഒരു പാത്രം കഴുകാം, കൂട്ടിയിട്ട എച്ചിൽ പാത്രങ്ങൾ കഴുകരുത്. പിന്നെ അതേപോലെ തന്നെ ആ സമയത്ത് നമ്മൾ ഒരിക്കലും അത്താഴം കഴിക്കരുത്. ഭക്ഷണമൊന്നും നമ്മൾ ആ സമയത്ത് കഴിക്കാൻ പാടില്ല. പിന്നെ അതേപോലെ തന്നെയാണ് നമ്മൾ ശാപവാക്കുകൾ, തമ്മിൽ വഴക്ക് കൂടുക, പിന്നെ എന്തെങ്കിലും കുട്ടികളെ ചീത്ത പറയുക, ഉച്ചത്തിൽ സംസാരിക്കുക, അതൊന്നും നമ്മൾ ആ സമയത്ത് ചെയ്യാൻ പാടില്ല. നമ്മൾ അതുപോലെ തന്നെ ചൂലെടുത്തിട്ട് കുട്ടികൾ സ്കൂളിട്ട് വന്നിട്ട് എന്തെങ്കിലും ഒക്കെ അല്ലറ ചില്ലറ എന്തെങ്കിലുമൊക്കെ വിളക്കിൻ്റെ മുന്നേ തന്നെ നമ്മൾ എന്തെങ്കിലും കൊഴിച്ചിട്ടുണ്ടാവും. അപ്പോൾ നമ്മൾ 5 മണിക്ക് മുന്നേ തൂത്ത് തുടയ്ക്കാം. 5 മണിക്ക് ശേഷം നമ്മൾ തൂക്കും തുടയ്ക്കൊന്നും വീടുകളിൽ പാടില്ല. ആ സമയത്ത് നമ്മൾ ആ സന്ധ്യാസമയത്ത് നാമജപം മാത്രമേ നമ്മളെ വീടുകളിൽ നിന്ന് കേൾക്കാൻ പാടുള്ളൂ. അങ്ങനെ എല്ലാവരും ഒന്ന് ചെയ്തു നോക്കൂ. നമ്മളുടെ ലക്ഷ്മി കടാക്ഷം ഉണ്ടാവും, സമ്പൽ സമൃദ്ധി ഉണ്ടാവും. എല്ലാ ആയുരാരോഗ്യ സൗഖ്യത്തോടു കൂടി വീട്ടിലുള്ള എല്ലാവർക്കും സുഖമായിട്ട് ജീവിക്കാൻ ആ വീട്ടിൽ സാധിക്കും.